എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കപ്പ തോരനാണ്. തോരൻ വെക്കാനായിട്ട് കപ്പ എടുക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് പോകാത്ത കപ്പ നോക്കിയെടുക്കണം. ഈ തോരൻ ഉണ്ടാക്കാനായിട്ട് കപ്പയുടെ ഒരു കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. കപ്പ ആദ്യം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കീറി ഇതുപോലെ കനം കുറഞ്ഞ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കുക. അരിഞ്ഞ ശേഷം കപ്പ നന്നായിട്ട് കഴുകിയെടുക്കണം. ഇത് അരിഞ്ഞ ശേഷം കഴുകിയ കപ്പയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കാം. പാത്രം അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. കപ്പത്തോരന്റെ അരപ്പിന് ആവശ്യമുള്ളത് ഒരു ചെറിയ മുറി തേങ്ങ ചിരകിയത്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു വലിയ പച്ചമുളക്, 1/2 ടീസ്പൂൺ ജീരകം, 7 അല്ലി വെളുത്തുള്ളി, 2 തണ്ട് കറിവേപ്പില. കപ്പയ്ക്ക് അനുസരിച്ച് വേണം അരപ്പിനുള്ള തേങ്ങ എടുക്കാൻ. ഇത്രയും കൂടെ ഒന്ന് ആദ്യം ചതച്ചെടുക്കാം. തേങ്ങയും ചതച്ചെടുത്തിട്ടുണ്ട്. ചീനി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ചീനി വെന്തിട്ടുണ്ട്. ഇതാണ് പരുവം. ഒരുപാട് വെന്ത് പോകരുത്. ഇനി ഇതിന്റെ വെള്ളം ഊറ്റിക്കളയാം. ചീനിയിലെ വെള്ളം എല്ലാം ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഇനി തോരൻ ഉണ്ടാക്കാനായിട്ടുള്ള പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായതിലേക്ക് ആദ്യം 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി തുടങ്ങിയതിലേക്ക് വറ്റൽമുളക് ഇടാം. കറിവേപ്പില കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് വേവിച്ചു വെച്ചിട്ടുള്ള കപ്പ ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിടാം. നമ്മൾ ആദ്യം ഉപ്പിട്ടാണ് കപ്പ വേവിച്ചത്. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്.
ഇപ്പൊ അരപ്പൊക്കെ വെന്ത് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതാണ് നമ്മുടെ നാടൻ കപ്പത്തോരൻ. കപ്പത്തോരൻ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വെന്തു പോകുന്ന കപ്പ എടുക്കരുത്. അതുപോലെ കഷ്ണങ്ങൾ അരിയുമ്പോൾ കനം കുറഞ്ഞ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക. കപ്പ നന്നായിട്ട് തിളച്ചാൽ ഉടനെ അതിന്റെ വേവ് നോക്കുക. ഇതാണ് നമ്മുടെ നാടൻ കപ്പത്തോരൻ. എനിക്ക് ഈ തോരനെ പറ്റി അറിയില്ലായിരുന്നു. എൻ്റെ അമ്മയാണ് ഇന്ന് ഈ തോരൻ ഉണ്ടാക്കിയിരിക്കുന്നത്. കഴിച്ചു നോക്കിയപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ആണ്. ഇതെല്ലാം നമ്മുടെ നാടൻ രുചികളാണ്. നിങ്ങൾ കാണുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവർക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. വീണ്ടും കാണുന്നത് വരെയും എല്ലാവർക്കും നന്ദി. ബൈ ബൈ.